ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റെയിനി ഡേ വ്ളോഗായിട്ടാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഞാൻ നേരത്തെ എണീറ്റത് നമുക്ക് പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പോകാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 8:45 അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റ് ഇവിടെ പിന്നെ പാർട്ടി വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആകെയുള്ളത് പാർട്ടി വെയറാണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ ഫുൾ വെള്ളം കയറിയതുകൊണ്ട് അവിടുന്ന് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പിറ്റേ ദിവസം വന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ ആ പാസ്പോർട്ട് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയ വിഷ്വൽസൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, കുറച്ച് റഷായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി ശേഷം നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രാവിലെ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ KR ബേക്കറിയിലാണ് പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ KR ബേക്കറിയിൽ പോയി. KRൽ ചെന്നിട്ട് 2 ചിക്കൻ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ ഉമ്മാക്ക് കേക്ക് പീസ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉമ്മാക്ക് കേക്ക് പീസ് മേടിച്ചു. അപ്പോൾ ഉമ്മാൻ്റെ കേക്ക് പീസ് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ 2 കേക്ക് പീസ് ഓർഡർ ചെയ്തു. നമ്മൾ ഓർഡർ ചെയ്തത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ സാൻഡ്വിച്ചും മീൻ ലൈമൊക്കെ വന്നു. അങ്ങനെ നമ്മൾ 2 കഴിച്ചു. അതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്ന ഇടയിൽ നമുക്ക് ചിക്കൻ എന്താ മേടിക്കാനുണ്ടായിരുന്നു മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് നിർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ അവിടെ നിന്ന് ചിക്കൻ മേടിച്ചു. അതിൻ്റെ അപ്പുറത്താണ് ടൗൺ ഹാൾ കേട്ടോ, മലപ്പുറത്ത് ടൗൺ ഹാള്. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മളിതാ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇവിടെ എത്തി ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വെറുതെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തതായിരുന്നു. വെറുതെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നിട്ട് കുറച്ച് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ മഴ പെയ്യാനുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഡാർക്കി ക്ലൗഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അത് ആകാശമൊക്കെ നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ മഴ കാണാൻ വേണ്ടിയിട്ട് വെറുതെ പുറത്ത് വന്നിരുന്നതായിരുന്നു. കാത്തിരുന്നത് അവസാനം മഴ പെയ്തു. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളത് മഴ ഒന്ന് ആസ്വദിക്കാൻ കരുതി സിറ്റ് ഔട്ടിൽ തന്നെ ഇരുന്ന് കുറച്ച് നേരം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ എമിക്കുട്ടി വീഡിയോ എടുക്കുന്നുണ്ട്. ഓടി വന്നതാണ് വീഡിയോയിൽ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ മഴയെ പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോയി. വെള്ളം എത്ര ലെവൽ വരെ വന്നിട്ടുണ്ട് വേണ്ടി കാണാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം വീടിൻ്റെ ബാക്ക് സൈഡിലൊരു പുഴയാണുള്ളത്. അപ്പോൾ പുഴയിൽ നിന്ന് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട് വരെ എത്തും. വീടൊക്കെ വെള്ളപ്പൊക്കം വരുമ്പോൾ വീട്ടിലൊക്കെ വെള്ളം കയറാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്ര ലെവൽ വാട്ടർ വന്നിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അങ്ങനെ ആ കാണുന്നതാണ് പുഴ. അപ്പോൾ അവിടെ നിന്നാണ് ഈ വെള്ളമൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഈ കാണുന്ന മരത്തിൻ്റെ എത്ര ലെവലിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. ഇനിയും കൂടുകയാണെങ്കിൽ, ഇനിയും മഴ കൂടുകയാണെങ്കിൽ നമ്മളെ വീട്ടിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ നല്ല ചൂട് പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ ഞങ്ങളത് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു 6 മണി 6:30 ഒക്കെ ആയ സമയത്ത് ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ ഒരു യിപ്പി നൂഡിൽസ് ഉണ്ടാക്കിയാലോ തോന്നി. അങ്ങനെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ കൂടിയിട്ട് യിപ്പി നൂഡിൽസ് ഉണ്ടാക്കിയിട്ടത് കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.